ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യം പറഞ്ഞു തരും, പിന്നീട് ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ വെറും ക്വസ്റ്റ്യൻസ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് മാത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ ആൻസേഴ്സ് മാത്രമായിട്ട് വേറൊരു പേജിലും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യാം. ഇതിൽ തന്നെ മോക്ക് ടെസ്റ്റ്, ഇത് കഴിഞ്ഞാൽ തന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2026 ഏപ്രിലിൽ ISO അംഗീകാരം ലഭിച്ച കേരള സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് പദ്ധതി. ഏത് പദ്ധതിക്ക് ISO അംഗീകാരം ലഭിച്ചത് 2026? കെ ഫോണിനാണ് കേട്ടോ. കെ ഫോണിനാണ്. കെ ഫോണിൻ്റെ പൂർണ്ണരൂപം എന്താ? കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കേട്ടോ. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ്. അത് എന്നാ സ്റ്റാർട്ട് ചെയ്തത്? 2023 സ്റ്റാർട്ട് ചെയ്തു അല്ലേ. 2023 സ്റ്റാർട്ട് ചെയ്ത ആ പദ്ധതിക്കാണ് എന്ത് ലഭിച്ചത്? ISO അംഗീകാരം ലഭിച്ചത്. എത്ര വർഷം കഴിഞ്ഞിട്ട്? 3 വർഷം കഴിഞ്ഞിട്ട് അല്ലേ. അപ്പോൾ 2026 ISO അംഗീകാരം കിട്ടിയത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിക്കുന്ന എവിടെ വെച്ചിട്ടാ? എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ? എവിടെയാ? വടകരയാണ് കേട്ടോ. വടകര കോഴിക്കോടാണ്. വടകര എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജയില്, റൂറൽ ജില്ലാ ജയില് വടകര എവിടെയാണ്? കോഴിക്കോടാണ് അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാകുന്ന രാജ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി എവിടെയാ? കൽപ്പറ്റയാണ് കേട്ടോ. വയനാട് കൽപ്പറ്റയിലാണ് എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാവുന്ന രാജ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി എവിടെയാണ്? കൽപ്പറ്റയിലാണ് അല്ലേ. അതായത് ആ കോടതിയിൽ എന്തില്ല? കടലാസ് ഇല്ല. ഫുൾ എന്താണ്? കടലാസ് ഇല്ലാത്ത ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതിയാണ് കൽപ്പറ്റയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, 15-ലധികം ഇപ്പോൾ തൃശ്ശൂരിലെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടമൊക്കെ നടന്നു അല്ലേ. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മീഷൻ്റെ കമ്മീഷൻ ആരാണ് എന്ന് ഒരാളെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മീഷണർ ആരാ? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് കേട്ടോ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് എന്തിൻ്റെ? മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷണർ കേട്ടോ. ഇനി മോക്ക് ടെസ്റ്റ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്, കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ. 2026 ഏപ്രിൽ ISO അംഗീകാരം ലഭിച്ച കേരള സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് പദ്ധതി ഏതാ? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കിട്ടുന്നുണ്ടോ നോക്കേ. ഏതാ? കെ ഫോണാണ് അല്ലേ. കെ ഫോണാണ്. ആൻസർ B ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ എവിടെ സ്ഥാപിച്ചത്? ആൻസർ A ആണല്ലേ. വടകര കോഴിക്കോടാണല്ലേ. വടകര കോഴിക്കോടാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാവുന്ന രാജ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി എവിടെയാ? തൃശ്ശൂരാണോ, തിരുവനന്തപുരമാണോ, കൽപ്പറ്റയാണോ, എറണാകുളമാണോ? കിട്ടുന്നുണ്ടോ? ആൻസർ C ആട്ടോ, കൽപ്പറ്റയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, 15-ലധികം പേരുടെ മരണത്തിന് ഇടയാക്കിയ തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അധ്യക്ഷൻ ആരാ? കെ ബാലകൃഷ്ണനാണോ, CN രാമചന്ദ്രൻ നായരാണോ, KT തോമസ് ആണോ, PS ആന്റണി ആണോ? ആരാ? ആൻസർ B ആണല്ലേ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. കിട്ടുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ? ഇനി അടുത്തത് വെറും ക്വസ്റ്റ്യൻസ് മാത്രം കൊടുത്തിട്ടുണ്ട്. ആൻസർ വേർഡായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതായത് ഓപ്ഷൻ ഇല്ലാതെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 2026 ഏപ്രിൽ ISO അംഗീകാരം ലഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാ? കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ എവിടെയാണ് സ്ഥാപിച്ചത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ കോടതികളിലും എന്താക്കി? കടലാസ് രഹിതമാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി ഏതാ? പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ, മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷണർ ആരാ? ഏത് കമ്മീഷനാ? അതിൻ്റെ അധ്യക്ഷൻ ആരാ? മനസ്സിൽ വിചാരിച്ചിട്ട് നോക്കാം. കെ ഫോൺ എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരണ്ടേ? ISO അംഗീകാരം ലഭിച്ചത് അല്ലേ. അതുപോലെ വടകര എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരണ്ടേ? വടകര കോഴിക്കോട്. എന്താ ഓർമ്മ വരണ്ടേ? റൂറൽ ജയിൽ അല്ലേ. റൂറൽ ജയിൽ ഓർമ്മ വരണേ. കൽപ്പറ്റ എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരണ്ടേ? കൽപ്പറ്റ എന്ന് പറയുമ്പോൾ കടലാസ് രഹിതം ജില്ലാ കോടതി അല്ലേ. കടലാസ്
കടലാസ് രഹിതം എന്ന് ഓർമ്മ വേണം. എന്തെന്ന് പറയുമ്പോൾ കൽപ്പറ്റ എന്ന് പറയുമ്പോൾ അല്ലേ. ജസ്റ്റിസ് ടി എൻ രാമചന്ദ്രൻ നായർ എന്താ മുണ്ടത്തിക്കോട് അപകടം നടന്ന അന്വേഷിച്ചേ അല്ലേ. അപ്പോൾ ഇത് ആൻസർ തരുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ.